അഭിനേതാവ് പി കുഞ്ഞികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ വാർത്ത കൃത്യമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഉള്ള ഉറപ്പുണ്ട്. അതെങ്ങനെയാണ് താങ്കൾക്ക് അത് കണ്ടപ്പോൾ തോന്നിയത്? ഞാൻ ആ വാർത്ത ശ്രദ്ധിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ വാർത്ത ശ്രദ്ധിച്ചിരുന്നു. ആ മോനെ കണ്ടു. ആ മോന്റെ ഒരു ശരിക്കും പറഞ്ഞാൽ വല്ലാതെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ച ഒരു വാർത്തയായിരുന്നു അത്. നിഖിൽ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി, പക്ഷെ ആ ഒരു ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന അങ്ങനെ ആ ഒരു വല്ലാത്തൊരു ബന്ധം. ഇന്നത്തെ കുട്ടികളിൽ പൊതുവെ ഒരുപാട് വിമർശനങ്ങളൊക്കെ കുട്ടികൾക്ക്, ഇപ്പോഴത്തെ കുട്ടികൾ മൊബൈൽ അഡിക്റ്റ് ആണ്, ആ രീതിയിലൊക്കെ വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കുട്ടിയുടെ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത്. അല്ല, ഇപ്പോ പിന്നെ കുറെ കുട്ടികൾ മൊബൈലിൽ അടിമപ്പെടുന്ന അതെല്ലാം മറ്റൊരു ഭാഗത്തുണ്ട്. പക്ഷെ ഇത്തരം കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുട്ടികളുണ്ട്. നല്ല നിലയിൽ സമൂഹത്തെയും അതുപോലെ തന്നെ ചുറ്റുപാടിലൊക്കെ നോക്കി കാണുകയും സമൂഹത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന മക്കളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എന്നുള്ളത് അത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. ഞങ്ങള് ഇങ്ങനൊരു ഷോ ഇപ്പോ അവതരിപ്പിക്കുന്നത് തന്നെ മാധ്യമ പ്രവർത്തകർ, താങ്കൾക്കും കൃത്യമായിട്ട് അറിയാം, സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും ഏറെ വിമർശനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വിഭാഗം കൂടിയാണ്. അങ്ങനെ ഒരു തൊഴിലാളി വർഗം തന്നെയാണ് മാധ്യമ പ്രവർത്തകർ. അതുകൊണ്ടാണല്ലോ മാപ്ര എന്ന പേരിട്ട് വരെ വിളിക്കുന്നത്. അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ഇങ്ങനെ ഒരു മാധ്യമ ദൗത്യം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കും അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. മാധ്യമ പ്രവർത്തകർ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കും, എന്തായാലും ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇതെല്ലാം ശരിക്കും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അപ്പോ ഈ മാപ്ര എന്നിന് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നവരും വേണമെങ്കിൽ ചില സന്ദർഭങ്ങൾ പറയാനോ കുഴപ്പമില്ലല്ലോ. അതായത് വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ കാണാതിരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ജനങ്ങൾ ശ്രദ്ധയിൽ, ഞാനതാ പറഞ്ഞ ഈ മാപ്ര എന്നത് നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകൻ എന്നതിന്റെ കൂടെ ഈ മാതൃകാ പ്രവർത്തനം കൂടി ചേർത്താൽ വളരെ നന്നാവും. എപ്പോഴെങ്കിലും ഇപ്പൊ ഷൂട്ടിംഗ് തിരക്കിലൊക്കെ ആയിരിക്കുമല്ലോ, എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വരുമ്പോൾ നിഖിലിനെയും കുടുംബത്തെയും കാണാൻ ശ്രമിക്കുന്നുണ്ടാവും, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? തീർച്ചയായും നിങ്ങൾ ബന്ധപ്പെടും, എന്തായാലും ആ കുടുംബത്തെ കാണും. തീർച്ചയായിട്ടും. വളരെയധികം നന്ദി. ശ്രീ പി കുഞ്ഞികൃഷ്ണൻ അഭിനേതാവ് കൂടിയാണ് ന്യൂസ് 8നോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ സന്തോഷം കൂടി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. ഇപ്പോൾ